അതിൽ ഒരുപാട് മസാലകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിതവും ആയിരിക്കരുത് നമ്മളുടേത്. ഈ മസാലകൾ ചേർത്താൽ കലർപ്പുണ്ടായി കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ രുചി പോകുന്നു. അത് നമ്മുടെ ആത്മാവിന് അസുഖങ്ങളാണ് കൊണ്ടുവരുന്നത്. ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ആഘോഷിക്കുന്നത് ദൈവപുത്രൻ്റെ ജനനമാണ്. തീർച്ചയായിട്ടും സന്തോഷപ്രദമായിട്ടുള്ള നിമിഷമാണ്. പക്ഷെ ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണത്. പിറന്നു വീണ ഈശോയ്ക്ക് അറിയാം നാളെ അത്രയധികം സ്നേഹിച്ച ഈ ജനം എന്നെ കുരിശിലേറ്റാൻ പോവുകയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലേക്ക് വരുന്നതിന് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു ദൈവത്തിന്. അതാണ് കലർപ്പില്ലാത്ത സ്നേഹം. പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അതിരുകളുമില്ലാത്ത സ്നേഹത്തിലേക്ക്, അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ പോകുകയാണ്, അവിടേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു അതിരുകളുമില്ലാതെ നമ്മളെ സ്നേഹിച്ച, ഒരു കലർപ്പുമില്ലാത്ത, ഒരു മസാലയും ചേർക്കാത്ത ആ ഒരു സ്നേഹം. നമുക്ക് ഒത്തിരി പ്രയാസമാണ് അങ്ങനെ നിലയിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട്. ഒരല്പം ഉപ്പും അല്പം മധുരവും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ മസാല വേണ്ട, ചെറിയ തോതിലായാലും ഈ ചെറിയ തോതിലുള്ള മസാലകൾ പോലും, മധുരം പോലും, ഉപ്പ് പോലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാരമായിട്ട് മാറുകയാണ്. പ്രഷറും ഷുഗറും എല്ലാം ഒക്കെ നമ്മൾക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റീസൺ ചെയ്തിട്ട് ചെറിയ തോതിലുള്ള, ഇപ്പം എന്നോട് മിണ്ടിയില്ലെങ്കിൽ അയാളോട് മിണ്ടേണ്ടതില്ല, എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ മുഖം തിരിച്ചു പോകാം, ഇതിലൊന്നും വലിയ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുമുണ്ട്. അവർക്കെല്ലാം ഉണ്ടാകുന്ന, ആത്മാവിനുണ്ടാകുന്നത് ഈ പ്രഷറും ഷുഗറും എല്ലാം. മറിച്ച് ഒരു വിധത്തിലുള്ള കലർപ്പമില്ലാതെ തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചതുപോലെ, അതിർത്തികളില്ലാതെ ഈശോ നമുക്ക് കാണിച്ചു തന്ന പോലെ ഒരു വിധത്തിലുള്ള അതിർത്തികളുമില്ലാത്ത സ്നേഹം, അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതിനുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശംസകളിലൂടെ മാർത്തോമാ യുവജന സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ കാരോൾ നൈറ്റ് 2012 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Churches from near and far come here to sing and praise the Savior born in the manger of Bethlehem. We wish and hope that when you go back, you would take the baby Jesus you found here to your hearts and homes. Carol Night 2012, sponsored by Shobha City, Thrissur. Here we present before you our logo of Carol Night 2012.
ജലം വരണ്ടു